അപ്പോൾ ആദ്യം നമ്മളിവിടെ കോട്ടൻ്റെ തുണി റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് സ്പോഞ്ച് ഷീറ്റ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും താഴെ ലൈനിങ്ങിനായിട്ടുള്ള തുണി നോൺ വൺ ഫാബ്രിക്കും കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി നമ്മൾ ഈ മൂന്നും കൂടെ ചേർത്തിട്ട് ക്വിൽറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 അരികു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ ഉൾഭാഗത്ത് നീളത്തിലെ ലൈനുകൾ പോലെയും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു രീതിക്ക്. ഇനി സ്റ്റിച്ച് ചെയ്തെടുത്ത തുണിയുടെ ബാക്ക് സൈഡ് ഇതാ ഈ ഒരു രീതിക്കാണ് ഉള്ളത്. ഇതിനി നമുക്ക് ഫ്രണ്ട് സൈഡിലേക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ എടുത്തിട്ടുള്ള തുണിയുടെ അളവ് എത്രയാന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 2 പീസ് സിബുകളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസ് എടുത്തിട്ട് തുണിയുടെ ഒരറ്റത്തേക്കായിട്ട് ഇതുപോലെ അരികിലൂടെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അടുത്തൊരു സിബ് എടുത്തിട്ട് തുണിയുടെ അടുത്തൊരു അറ്റത്തേക്കായിട്ടും വെച്ച് കൊടുക്കുക. ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് സിബ് വെച്ച 2 ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് സിബിന്റെ നല്ല വശം തുണിയുടെ നല്ല വശത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി 2ന്റെ അരികു ഭാഗങ്ങളിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തിട്ട് ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം ഇതുപോലെ ബാക്കിലേക്കായിട്ടൊന്ന് മടക്കിയിട്ട് മോൾ ഭാഗത്തൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സൈഡിൽ സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു സൈഡിൽ നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളിത് ആ തുണിയുടെ 2 സൈഡിലും സിബ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ തുണി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളിവിടെ വേറൊരു പീസ് തുണിയാണ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു തുണിയുടെ അളവ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ച തുണി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ. ഇനി നമുക്ക് സിബിൻ്റെ ഫ്രണ്ട് സൈഡ് ഉണ്ടല്ലോ, ഫ്രണ്ടിലെ അരികു ഭാഗം അതും താഴെ വിരിച്ചു കൊടുത്ത തുണിയുടെ അരികു ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ആ ഒരു രീതിക്ക് നമുക്ക് അടുത്ത സൈഡിലും ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി മാർക്ക് ചെയ്യുന്ന പോലെ 2 സൈഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സിബ് വെച്ച 2 ഭാഗങ്ങളും അല്ലാത്ത 2 ഭാഗങ്ങളും ഉണ്ടല്ലോ അവിടെയും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അതും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണി ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ ഒരു തുണിയുടെ നീളം എത്രയാണോ അതിൻ്റെ പകുതി നമുക്ക് സെൻറ്റർ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതേ രീതിക്ക് തന്നെ അടുത്ത സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് അവിടുന്ന് 2 സൈഡിലേക്കും 2.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇതേ രീതിക്ക് തന്നെ അടുത്ത സൈഡിൽ നമ്മളിതാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സിബ് വെച്ച ഭാഗത്ത് നിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് എത്രയാണ് അളവ് വരുന്നത് അത് നമുക്ക് തുണിയുടെ ഉൾഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതാ ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു സൈഡിലേക്ക് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം. ഇതേ രീതിക്ക് തന്നെ അടുത്ത സൈഡിൽ നമുക്ക് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്ത ഭാഗത്ത് 2 സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ള 2 സൈഡിലൂടെ. അതിനുശേഷം നമുക്ക് ഈ ഒരു തുണി ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ വേറൊരു പീസ് സിബാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ റണ്ണർ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു സൈഡിലേക്കായിട്ട് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന ആ ഒരു അരികു ഭാഗം ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സിബിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് ഈ ഒരു സിബ് ഇങ്ങനെ അരികിലൂടെ ആയിട്ട് വെച്ച് കൊടുക്കുക നല്ല ഭാഗം. എന്നിട്ട് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ള സിബിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് വേർപ്പെടുത്തി എടുക്കുക. ഇനി നമ്മൾ വേർപ്പെടുത്തിയെടുത്തിട്ടുള്ള ആ ഒരു സിബിൻ്റെ ഭാഗം നമുക്ക് അടുത്ത സൈഡ് സിബ് വെച്ചിട്ടുള്ളതിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അവിടെ അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിത് ആ ഒരു ഭാഗത്തും സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെയാട്ടാ. ആ ഒരു ഭാഗം കാണാനായിട്ട് ഈ ഒരു രീതിക്കാണ് ഉള്ളത്. ഇനി നമ്മൾ 2 പീസ് തുണികൾ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു തുണിയുടെ നീളവും വീതിയും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു തുണിയുടെ നല്ല വശം ബാക്കിലേക്ക് എന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് മടക്കുക. വീണ്ടും ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് 2 അരികു ഭാഗത്തോടെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു രീതിക്ക് ഈ 2 പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ 2 സ്ട്രിപ്പുകളും നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ള സ്ട്രിപ്പുകളും എടുത്തിട്ടുണ്ട്. നമ്മൾ സിബ് രണ്ടും സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു ഗ്യാപ്പിലേക്കായിട്ടാണ് ഈ ഒരു സ്ട്രിപ്പ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം 2 അരികു ഭാഗത്തൂടെയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ രീതിക്ക് തന്നെ അടുത്ത സൈഡിൽ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ 2ൻ്റെയും ഗ്യാപ്പിലേക്കായിട്ട് ഈ ഒരു സ്ട്രിപ്പ് വെച്ച് കൊടുക്കുക. ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 സൈഡിലും ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കാണാനായിട്ടുള്ളത്. ഇനി ഈ ഒരു തുണിയുടെ ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 സൈഡിൽ നിന്നായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമ്മൾ സെൻറ്റർ ഭാഗത്ത് വരുന്ന ഒരു സിബിൽ നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കണം. അപ്പം അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിവിടെ 2 സ്ട്രാപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 5.5 ഇഞ്ചിലാണ്, വീതി എടുത്തിട്ടുള്ളത് 1 ഇഞ്ചിലാണ്. അതുകൂടാതെ നമ്മൾ 2 ഹുക്ക് എടുത്തിട്ടുണ്ട്. ഹുക്ക് നമ്മൾ സ്ട്രാപ്പിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മടക്കി പിടിക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗത്ത് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരറ്റത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക, ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു സ്ട്രാപ്പിലേക്കായിട്ട് ഹുക്ക് ഇട്ട് കൊടുക്കുക. അടുത്തൊരു സിബ് വെച്ച ഭാഗത്തേക്കായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. ആ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് കേട്ടോ വെച്ച് കൊടുത്തു, ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്ന പോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് 2 പീസ് തുണികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇതിൻ്റെ ബാക്കിലായിട്ട് സ്പോഞ്ച് ഷീറ്റും ലൈനിങ്ങിൻ്റെ തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇനി ഒരു പീസിൻ്റെ ഒരറ്റത്തു നിന്നായിട്ട് 1/2 ഇഞ്ച് വെച്ചിട്ട് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. അടുത്ത സൈഡിലും ഉള്ളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി മാർക്ക് ചെയ്ത് അവിടുന്ന് താഴേക്കായിട്ട് 5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. 2 സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുകളിൽ മാർക്ക് ചെയ്ത് അവിടുന്ന് താഴേക്കായിട്ട് ക്രോസ് ആയിട്ട് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാ ഇതുപോലെ. ഇനി മാർക്ക് ചെയ്തിട്ടുള്ള രീതിക്ക് ഈ ഒരു തുണിയുടെ 2 സൈഡിൽ നിന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു പീസ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ 2 സൈഡിൽ നിന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് വെക്കാം. ഇനി നമ്മൾ ബാഗിനായിട്ട് സിബൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സിബ് വെച്ച ഭാഗം താഴേക്കായിട്ടാണ് ഉള്ളത്. തുണിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ തന്നെ സെൻറ്റർ ഭാഗം 2 സൈഡിൽ മാർക്ക് ചെയ്ത് അവിടേക്കായിട്ട് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 പീസ് തുണി എടുക്കുക. ഒരെണ്ണം സൈഡിലേക്ക് വെച്ച് ഒരെണ്ണം ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് 2 സൈഡിലും സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മാർക്കിങ്. അതിനുശേഷം സെൻറ്റർ ഭാഗങ്ങൾ 2ൻ്റെ സെൻറ്റർ ഭാഗങ്ങൾ ഇതാ ഇതുപോലെ ചേർത്ത് വയ്ക്കുക. നല്ല വശങ്ങൾ ഉള്ളിലേക്കായിട്ടാണ് ഉള്ളത്. ഇനി നമ്മളിതാ ഈ ഒരു രീതിക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 തുണിയുടെ അരികു ഭാഗങ്ങളും ചേർത്തിട്ട് 2 സൈഡിലും ആ ഒരു രീതിക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ രീതിക്ക് തന്നെ നമ്മൾ മുകളിൽ സിബ് വെച്ച ഭാഗത്ത് ഒരു സ്ട്രാപ്പ് വെച്ചിട്ടുണ്ടാകുന്നില്ലേ, ആ ഒരു ഭാഗത്തും നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലാണുള്ളത്. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന പോലെ ക്ലിപ്പ് ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേ രീതിക്ക് തന്നെ അടുത്ത സൈഡിലും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്ത ഭാഗം കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു പീസ് തുണി നമ്മൾ നീളത്തിൽ എടുത്തിട്ടുണ്ട്. അത് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടുത്തൊരു സൈഡിലേക്ക് ഇതുപോലെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു രീതിക്ക് നമ്മളിതാ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കാണാനായിട്ടുള്ളത്. ഇനി നമുക്ക് ബാഗിൻ്റെ സിബ് ഓപ്പൺ ആക്കിയിട്ട് ബാഗിൻ്റെ നല്ല വശം പുറത്തേക്ക് എന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ബാഗ് ഇരിക്കുന്നത്. ഇനി നമ്മളിവിടെ ബാഗിനായിട്ടുള്ള ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അളവ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഹാൻഡിലിൻ്റെ ഒരറ്റം നമ്മളിതാ ഈ സൈഡിലേക്ക് നിൽക്കുന്ന ഹുക്കിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഹാൻഡിലിൻ്റെ ഭാഗം ഉള്ളിലേക്ക് ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ സെയിം രീതിയിൽ തന്നെ ഹാൻഡിലിൻ്റെ അടുത്തൊരു ഭാഗം അടുത്ത സൈഡിലേക്കുള്ള ഹുക്കിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. അരികു ഭാഗം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു രീതിക്ക് നമ്മളിതാ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ 3 വലിയ പോക്കറ്റായിട്ടുള്ള ബാഗാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം.
താങ്ക്സ് ഫോർ വാച്ചിങ്.